നമസ്കാരം. രാജ്യത്ത് പുതിയ കാറുകൾ സ്വന്തമാക്കാനായി മുന്നിട്ടിറങ്ങുന്നവരുടെ എണ്ണത്തിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ വർധനവുണ്ടായിരിക്കുകയാണ്. ചരക്ക് സേവന നികുതി നിരക്കുകൾ കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ തുടർന്നാണ് രാജ്യത്തെ കാർ വിപണി കൂടുതൽ സജീവമായിരിക്കുന്നത്. GSTയിൽ 5%, 18% എന്നീ നിലകളിൽ 2 നിരക്കുകൾ മാത്രമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നിലവിൽ വരുന്നതോടെ കാറുകൾക്ക് 50,000 മുതൽ 80,000 രൂപ വരെ വില കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് മുൻനിർത്തിയാണ് കാർ ഷോറൂമുകളിൽ അന്വേഷണക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. വാഹനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി വരുന്ന അന്വേഷണങ്ങളിൽ മുൻപത്തെ അപേക്ഷിച്ച് 30% വരെ വർധനവാണ് നികുതി ഇളവ് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തോടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അഥവാ ഫാഡ ചെയർപേഴ്സൺ സച്ചിൻ വസന്തറാവു മഹാജൻ പറയുന്നത്. നികുതി പരിഷ്കരണം യാഥാർത്ഥ്യമായാൽ വാഹന വിലയിൽ കുറവുണ്ടാകുമെന്നും അങ്ങനെ തങ്ങളുടെ ഇഷ്ടവാഹനങ്ങൾ സ്വന്തമാക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം പേരും ഇത്തരം അന്വേഷണങ്ങളുമായി ഷോറൂമുകളെ സമീപിക്കുന്നത്. ഇപ്പോൾ കാറുകളുടെ GST എന്ന് പറയുന്നത് 28%. പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അത് 18%ത്തിലേക്ക് കുറയുവാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വാഹന വിലയിൽ കുറവുണ്ടാകുന്ന പക്ഷം ഉടൻ ബുക്ക് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഉപഭോക്താക്കൾ. ചെറിയ കാറുകൾക്കായുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഏറെയും നടക്കുന്നതെന്നാണ് വിവിധ ഷോറൂമുകളിലെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. നികുതി 28%ത്തിൽ നിന്ന് 18%മായി കുറച്ചാൽ ചെറിയ കാറുകളുടെ വില 10% വരെ കുറയാൻ സാധ്യതയുണ്ട്. അക്കാരണത്താലാണ് ചെറിയ കാറുകളെ സംബന്ധിച്ച അന്വേഷണങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. അതേസമയം അന്വേഷണങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ വിൽപ്പനയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല. കാറുകൾക്കായുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വരും നാളുകളിൽ കൂടിയ വിൽപ്പനയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യത്ത് സാധാരണ എല്ലായ്പ്പോഴും ഉത്സവകാലത്തോടനുബന്ധിച്ചാണ് മറ്റെല്ലാ വിപണിയും പോലെ കാർ വിപണിയും കൂടുതൽ ഉണർവ് കൈവരിക്കുന്നത്. പ്രധാനമായും ഗണേശോത്സവത്തിന് പിന്നാലെ ദീപാവലിയോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ഉത്സവകാല വിപണി സജീവമാകുന്നത്. എന്നാൽ ഇപ്രാവശ്യം GSTയിൽ കുറവ് വരുത്തുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തോടെ വിപണി കൂടുതൽ ഊർജ്ജസ്വലത പ്രാപിച്ചിരിക്കുകയാണ്. GST നിരക്ക് കുറയുന്നതോടെ ചില വാഹന മോഡലുകളുടെ വിലയിൽ ആ മാറ്റം വളരെയധികം പ്രകടമാകും. SUVകളുടെ കാര്യത്തിൽ നികുതി സാധ്യതാ നിരക്ക് 45-ൽ നിന്നും 40%മായി കുറയാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മാരുതി സുസുക്കി ബ്രസ, ഹ്യൂണ്ടായി ക്രെറ്റ, മഹീന്ദ്ര XUV 700 തുടങ്ങിയ മോഡലുകളുടെ വില കുറയും. മാരുതി സുസുക്കി ബ്രസയ്ക്ക് ഏകദേശം 40,000 രൂപ വില കുറയാനും മഹീന്ദ്ര XUV 700-ന് 1.1 ലക്ഷം രൂപയുടെ കുറവും ഉണ്ടാകാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ചെറിയ കാറുകളുടെ എക്സ് ഷോറൂം വില 12 മുതൽ 12.5% വരെ കുറയാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നു. വാഗണർ, ബലേനോ, ഡിസയർ തുടങ്ങിയ ചെറിയ കാറുകളുടെ വില ഏകദേശം 60,000 മുതൽ 80,000 രൂപ വരെ കുറയുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം SUVകളുടെ കാര്യത്തിൽ സെസ് നിരക്കുകൾ വരുമ്പോൾ കൂടുതൽ വ്യത്യാസം ഉണ്ടാകാനാണ് സാധ്യത. ജനപ്രിയ ഹാച്ച്ബാക്കുകളുടെയും കോമ്പാക്ട് SUVകളുടെയും ഓൺ റോഡ് വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഓരോ വാഹനങ്ങളുടെയും അന്തിമ വില ഓരോ സംസ്ഥാനത്തും വ്യത്യാസപ്പെട്ടിരിക്കും. ചുരുക്കത്തിൽ വിലയും GSTയും കുറയുന്നതോടെ കൂടുതൽ ആളുകൾ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ തയ്യാറാകുമെന്നത് ഉറപ്പാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.